സുരേഷ് സാർ നമസ്കാരം. സാർ, ഈ അസമിൽ മുസ്ലിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നു. അതൊരു ചരിത്രപരമായ കാര്യം തന്നെയാണ്. ഒരു ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അത് നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. മാത്രമല്ല, ശൈശവ വിവാഹങ്ങൾ അതിന് നടക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? കാരണം ഇവിടുത്തെ സർക്കാർ എപ്പോഴും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നിർത്താൻ, എപ്പോഴും അത്തരത്തിൽ മുസ്ലിങ്ങളെ ചേർത്ത് നിർത്താൻ, കാരണം വോട്ട് ബാങ്കാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് അവരുടെ നിയമം, അത് തന്നെയാണ് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളും. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ, ഈ മുസ്ലിങ്ങളുടെ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ, ശൈശവ വിവാഹങ്ങൾ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ, ഒരു പൊളിച്ചെഴുത്ത് ആ സമുദായത്തിൽ തന്നെ ഇപ്പോഴും നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ പൊളിച്ചെഴുത്തുകളുടെ ആവശ്യകതയുണ്ട്. അത്തരം പൊളിച്ചെഴുത്തുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുമോ? നമ്മുടെ സംസ്ഥാനത്ത് നടക്കില്ല, അത് സംശയമില്ല. കേരളത്തിൽ നടക്കില്ല. പക്ഷെ അസം ക്യാബിനറ്റ് ഇന്നലെ ഒരു പ്രൊപ്പോസ് ലോ ആക്ച്വലി കൊണ്ടിട്ടുണ്ട്. അതിൽ ഈ മുസ്ലിം വിവാഹങ്ങൾ ഇതുവരെ കാസിമാരാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടിരുന്നത്. അപ്പം ഈ കാസിയുടെ റോള് മാറ്റി ഗവൺമെൻറ് തന്നെ രജിസ്റ്റർ ചെയ്യും. അതിനടുത്ത് രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് കല്യാണം രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഈ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ചെയ്യണ പ്രകാരം തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി രജിസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടവർ. ഇതുവരെ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്ന ഈ കാസിമാരാണ്, കല്യാണം നടത്തിയ ഏജന്റുമാർ. ഈ കാസിമാരാണ് ഈ ശൈശവവിവാഹം, ഈ പറഞ്ഞ ഈ അണ്ടർ ചൈൽഡ് മാരേജസ് ആക്ടിൽ നടത്തുന്ന ഈ 16 വയസ്സും അതിന് കുറവുള്ള പെൺകുട്ടികളും ചിലപ്പോൾ 14 വയസ്സുള്ള കുട്ടികളും കല്യാണം കഴിച്ചു വിടാം. ഇത് ഹൈദരാബാദിൽ കുറേ നടക്കാറിന് മുമ്പ് അവിടെ പിന്നെ ഗവൺമെൻറ് കുറച്ച് സ്ട്രിക്റ്റ് ആയപ്പോൾ അത് കുറച്ച് അവിടെയും കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഈ അസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ വളരെ ക്ലിയർ ആയിരുന്നു ഈ കാര്യത്തിൽ. ഈ ഒരു ലോ ഇത് മാത്രമല്ല, അവിടെ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. അതേമാതിരി അവിടെ NRC ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി അസാമാണ് ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ രാഷ്ട്രത്തിൽ NRC ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ അത് രാജീവ് ഗാന്ധിയും ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയനും കൂടി സൈൻ ചെയ്ത ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന കുറേ മുസ്ലിംസ് അവിടെ വന്ന് 1971 കഴിഞ്ഞ് സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു. അവരവിടുന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി വലിയൊരു പ്രശ്നം നടന്നു. അവിടെ നമുക്കറിയാം വലിയൊരു അജിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രാജീവ് ഗാന്ധിയും ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയനും കൂടി ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. പ്രഫുല്ല കുമാർ മഹന്തയും രാജീവ് ഗാന്ധി. അതിലാണ് NRC വന്നത്. അപ്പോൾ അസാമിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മുസ്ലിം വിവാഹങ്ങൾ കൂടാൻ കാരണം ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള കുറേ അവിടെ നുഴഞ്ഞുകാർ കുറേ പേരുണ്ട്. അവിടെ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് കുറേ പേരുണ്ട്. അവരൊരു കമ്മ്യൂണിറ്റിയിലാണ് ഈ ചൈൽഡ് മാരേജസ് കൂടുതൽ നടക്കുന്നത്. മഹത്തായി വാസ് വെരി ക്ലിയർ, ഹിമന്ത ബിശ്വ ശർമ്മ ഇത് എന്തായാലും അടിച്ചു മാറ്റി ഇത് ക്ലീൻ ആക്കാൻ പോവുകയാണെന്നുള്ള ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ അസാം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് മുസ്ലിം മാരേജ് ആൻഡ് ഡിവോഴ്സ് ബിൽ എന്നുള്ളൊരു ബില്ല് 2024 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ടേബിൾ ചെയ്യാൻ പോകുന്നു. അത് ഈ അടുത്ത 2 ദിവസത്തിലോ ഒന്നിലോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിനെ ഒരു ബില്ല് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് പാസ്സാവും ചെയ്യും ഡെഫിനറ്റായിട്ട്. ഇതിൽ 2 സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. ഒന്ന്, മുസ്ലിം മാരേജസ് ഞാൻ പറഞ്ഞ മാതിരി ഗവൺമെൻറ് ചെയ്യുള്ളൂ, കാസി അല്ല ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒന്ന്, ഡിസ്ട്രിക്ട് കമ്മീഷണർ, ഈ ഏരിയയിലെ ഡിസ്ട്രിക്ട് കമ്മീഷണർ ആയാലും രജിസ്ട്രാർസ് ആയാലും അവരിതിൻ്റെ കസ്റ്റഡി, ഈ രജിസ്ട്രേഷൻ റെക്കോർഡ്സ്, ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് 94 കാസിമാരുടെ കയ്യിലുള്ള ഒരു റെക്കോർഡ്സ് ഉണ്ട് ഇവരുടെ അടുത്ത്, ഇവർ പണ്ട് നടത്തിയ കല്യാണങ്ങളുടെയൊക്കെ. അതൊരു ബ്രിട്ടീഷ് ലോ തൊട്ട് 1935 കൊണ്ടുവന്ന നിയമം വെച്ചിട്ടാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്താൻ പോവാണ്. നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ എപ്പോഴും അവിടുന്ന് പോയി കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അവർ നടത്തിയ അന്നത്തെ ലോ വെച്ചിട്ടാണ് ഇപ്പോഴും ഇവർ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ റെക്കോർഡ്സ്, രജിസ്ട്രേഷൻ റെക്കോർഡ്സ് ഇവരുടെ കയ്യിലുണ്ട്. അതെടുത്ത് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ എത്ര ചൈൽഡ് മാരേജസ് എത്ര നടന്നു അസാമിൽ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സാർ, ഇതൊരു ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടാണ്. ഏകീകൃത സിവിൽ കോഡിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിങ്ങളാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇത്തരം നിയമലംഘനങ്ങൾ, അവരുടെ സമുദായത്തിൽ തന്നെ കുറേ നിയമലംഘനങ്ങളുണ്ട്. അതൊക്കെ മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അവരാണ് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ എപ്പോഴും തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് അവരാണ്. ഈ അസമിൽ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത്തരത്തിലൊരു പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ?
അത് ഹിമന്ത ബിശ്വ ശർമ്മ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിന് മെയിനായിട്ട് ചൈൽഡ് രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ നടക്കാൻ പാടില്ല. ഇതുവരെ നടന്നിരുന്നു, അത് ഈ കാശിമാരാണ് നടത്തിക്കൊണ്ട് വന്നത്. അവർ ചിലപ്പോൾ 14 വയസ്സായിട്ടുള്ള കുട്ടി 18 വയസ്സായിട്ട് കാണിച്ച് കല്യാണം കഴിപ്പിക്കും. അത് നടന്നിട്ടിരുന്നു അവിടെ. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇതിൽ ഇസ്ലാമിക് മാരേജ് സിസ്റ്റമായിട്ട് അവരുടെ കൾച്ചർ അതേമാതിരി നടക്കും, അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ യൂണിഫോം സിവിൽ കോഡ് അല്ല ആക്ച്വലി, അതൊരു യൂണിഫോം ഫാമിലി കോഡാണ്. ബിക്കോസ് കല്യാണം, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ്, ഈ പറഞ്ഞ മാതിരി അഡോപ്ഷൻ, മുസ്ലിംസിന് കുറേ സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാഷ്ട്രത്തിൽ അഡോപ്ഷൻ പറ്റില്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല കുട്ടികളെ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മളൊരു രാഷ്ട്രത്തിൽ താമസിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൽ ഒറ്റ നിയമം ഉണ്ടാകാൻ പാടുള്ളൂ. സുപ്രീം കോടതി പറഞ്ഞു, ഇത് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ RSSO പറഞ്ഞല്ല. സുപ്രീം കോടതി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതികൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു നിയമം കൊണ്ടുവരും, എല്ലാവർക്കും ഒരൊറ്റ നിയമം പാടുള്ളൂ. ഇവിടെ ഓരോരുത്തർ അവരവരുടെ നിയമം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ കേസുകൾ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. 10, 40,000, 60,000 കേസുകൾ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന കോടതികളിൽ, ഈ ഡിവോഴ്സിനായിട്ടും ബാക്കിയുള്ളതായിട്ടും. നമ്മൾ ട്രിപ്പിൾ തലാഖിലും ക്ലിയർ ആയിട്ട് കണ്ടിരുന്നു. ട്രിപ്പിൾ തലാഖ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവരാൻ കാരണം ഈ പറഞ്ഞ മാതിരി സ്ത്രീകളെ വെറും ഒരു 3 വാക്ക് തലാഖ് എന്നോർത്തിന് ഇറങ്ങി, ആ സ്ത്രീകൾക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല. ഉണ്ടായിരുന്നു ഷാബാനു ജഡ്ജ്മെന്റ്, പക്ഷെ അത് രാജീവ് ഗാന്ധി അത് അട്ടിമറിച്ച് അതിന് പുതിയൊരു നിയമം കൊണ്ടുവന്ന് മാറ്റിയത്. അത് മുസ്ലിം മുല്ലാസ് എന്ന് അന്ന് അവർ ത്രട്ടൻ ചെയ്തപ്പോൾ രാജീവ് ഗാന്ധി ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ ഇനി ഇത് നടക്കില്ല, വളരെ ക്ലിയർ ആണ്. ഈ ക്യാബിനറ്റിലും അസാം ക്യാബിനറ്റിലും നടന്ന ഇത് ഇനി ബാക്കി MP പറഞ്ഞ മാതിരി മധ്യപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ അങ്ങനത്തെ രാഷ്ട്രങ്ങൾ, BJP ഭരിക്കുന്ന രാഷ്ട്രങ്ങൾ, പിന്നെ അവിടെയും ഇങ്ങനത്തെ നിയമം വരുമെന്ന് നമുക്ക് കണ്ടറിയണം. ബിക്കോസ് ക്ലിയർ ആയിട്ട് ഈ ഒരു ചൈൽഡ് മാരേജ് ആക്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ജൂലൈയിൽ നടന്ന ഈ അപ്രൂവൽ ചെയ്ത ബില്ല്, ഞാൻ പറഞ്ഞ ഒരു അസാം മുസ്ലിം മാരേജസ് ആൻഡ് ഡിവോഴ്സസ് രജിസ്ട്രേഷൻ ആക്ട് 1935, അതിനെ അമെൻഡ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പൽസറി രജിസ്ട്രേഷൻ ലോ കൊണ്ടുവരാൻ പോവാണ്. ബിക്കോസ് ഈ 1935 ലോയിൽ വളരെ ക്ലിയർ ആണ്, രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. രജിസ്ട്രേഷനൊക്കെ മാൻഡേറ്ററി അല്ല, പക്ഷെ ഇനി മാൻഡേറ്ററി ആവും. എന്നാൽ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മുസ്ലിംസിലായാലും ഹിന്ദുക്കളിലായാലും ക്രിസ്ത്യാനികളിലായാലും അത് രജിസ്ട്രേഷൻ ചെയ്യണം. ആരാണ് ആരെ കല്യാണം കഴിച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവണം. അതേമാതിരി അവർ വയസ്സ് അറിഞ്ഞിരിക്കണം, റെക്കോർഡഡ് വയസ്സായിരിക്കണം, ദാറ്റ് ഇസ് പ്രൂഫിൻ്റെ കൂടെ ആയിരിക്കണം വയസ്സ്. 21 ആൺകുട്ടികൾക്കും 18 പെൺകുട്ടികൾക്കും ആയിട്ടുള്ളത്. ഇത് ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്ത് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും രജിസ്ട്രാർസിനാണ് ഇപ്പോൾ അവിടെ അസാമിൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ മാതിരി നമ്മൾ കാണുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ചൈൽഡ് പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് തന്നെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു, ജൂലൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ അസാം ഗവൺമെന്റ് ഈ പറയുന്ന ലോ കൊണ്ടുവരാൻ പോണ, ഈ നിയമം കൊണ്ടുവരാൻ പോണതിനെ പറ്റി അവർ നന്നായിട്ട് നല്ലൊരു റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നു. എല്ലാ സ്റ്റേറ്റും ഇതേമാതിരി ഇംപ്ലിമെന്റ് ചെയ്യണം, ഇതേമാതിരി നടത്തിയാലാണ് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഇവിടെ ചൈൽഡ് മാരേജസ് നിർത്താൻ പറ്റുന്നത്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഓൾ ഇന്ത്യ ചൈൽഡ് പ്രൊട്ടക്ഷൻ റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സാർ, ഈ ഇത്തരമൊരു ബില്ല് നമ്മുടെ കേരളത്തിലും നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 14 വയസ്സും 15 വയസ്സുമുള്ള പെൺകുട്ടികളെ 18 വയസ്സ് എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുന്നു. പലപ്പോഴും ഈ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളോട് ഇപ്പോഴും വിവാഹത്തിന് താല്പര്യമുണ്ടോ, ഈ പയ്യനെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ മുതിർന്ന കുറേ അവരുടെ ആളുകൾ തീരുമാനിക്കും, വിവാഹം നടത്തും, അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്തരം ഒരു കാര്യം ഇപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ എടുത്തതുപോലെ ധീരമായ ഒരു നിലപാട് പിണറായി വിജയനും എടുക്കേണ്ടതല്ലേ? എടുക്കേണ്ട വരും. യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ വേറൊരൊറ്റ വഴിയില്ല, ചെയ്തേ പറ്റും. പിന്നെ ഒരു കാര്യം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, എനിക്കിപ്പോൾ പാസ്പോർട്ട് ലോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല, പക്ഷേ പാസ്പോർട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആക്കി കഴിഞ്ഞാൽ അന്ന് ഇത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കാസിമാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇനി തൊട്ട് പാസ്പോർട്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്പോർട്ട് ലോയിൽ തന്നെ അവിടെ ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ട് അതിൽ ക്ലിയർ ആയിട്ട് പറയും രജിസ്ട്രേഷൻ ഉണ്ടാവണം. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ഹിന്ദുക്കളുടെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ. ആര്യസമാജ് നടത്തിയിരുന്ന കല്യാണങ്ങൾ, കുറേ ആര്യസമാജ് മാരേജസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊന്നിലോ ഇന്റർ കാസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്റർ റിലീജിയൻ ആയിരിക്കും. അപ്പോൾ ആര്യസമാജിൽ പോയി ഇപ്പം പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി പോയി കല്യാണം കഴിക്കുമ്പോൾ 2-3 വീക്ക്നെസ് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഇതുവരെ ആര്യസമാജ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം വാലിഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കോടതികൾ പറഞ്ഞാൽ അത് വാലിഡ് അല്ല, അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് കമ്പൽസറി. അപ്പോൾ ഇത് വെറും മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, ഒരു ആര്യസമാജ് ഈക്വലൻ്റ് ആണ് കാസീസിൽ. അപ്പോൾ അത് ആര്യസമാജിൻ്റെ ഈ പറഞ്ഞ മാതിരി കല്യാണം നടത്തിക്കൊള്ളാം.
പക്ഷെ രജിസ്ട്രേഷൻ നിങ്ങൾ രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം കല്യാണത്തിന്. അത് കമ്പൽസറി ചെയ്യണം. നമ്മുടെ അവിടെയും കുറേ സമുദായങ്ങളുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്. അവർ ചിലപ്പോൾ രജിസ്ട്രേഷനൊക്കെ ചെയ്യും. രജിസ്ട്രേഷൻ ഓക്കെ, പക്ഷെ അത് സർക്കാർ രജിസ്ട്രേഷൻ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അവിടെ രജിസ്റ്റർ സൈൻ ചെയ്തോളാം, അതൊക്കെ ചെയ്തോളാം. പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവർ പോയിട്ട് മാരേജ് ഓഫ് രജിസ്ട്രാറോടെ പോയി അവർ ഈ പറഞ്ഞ മാതിരി അവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. ബിക്കോസ് നമ്മൾ കണ്ട് പുറത്തുള്ള കുറേ കൺട്രീസിൽ പോകുമ്പോൾ അവർ ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കും നമ്മുടെ. നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എവിടെയാണ് ചോദിക്കും. എസ്പെഷ്യലി നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ കമ്പൽസറി ആയിട്ട് ചോദിക്കുക നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് എവിടെ. ബിക്കോസ് ഈ പണ്ടൊക്കെ ഗൾഫിലേക്ക് കുറേ പേരെ കടത്തിക്കൊണ്ട് പോയിരുന്നു സ്ത്രീകളെ. ഇപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടിയിട്ടാണ് അന്നൊരു നിയമം കൊണ്ടുവന്നതാണ്. ഇതേമാതിരി ഇനി എല്ലാ ഈ പറഞ്ഞ മാതിരി എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യേണ്ടി വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ നടത്തേണ്ടി വരും. അത് നടത്തിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും യൂണിഫോം സിവിൽ കോഡ്. നമുക്കെല്ലാം അറിയാം, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങി വെച്ചത് ഗോവയിലാണ്, പണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്ത്. അന്ന് ഇപ്പോഴും ആ യൂണിഫോം സിവിൽ കോഡ് അവിടെ ഇപ്പോഴും നടക്കേണ്ട ഒരു കുഴപ്പമില്ലായിരിക്കും. അവിടെ മുസ്ലിംസ് ഉണ്ട്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, അവിടെ ഹിന്ദുക്കളുണ്ട്. ഇതുവരെ ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഒരു ഗോവയിൽ നടത്താൻ പറ്റുന്ന വെച്ചാൽ ദേശത്തിലെല്ലാം എവിടെയും നടത്താൻ നമുക്ക്. അതിൽ എവിടെ താമസിക്കുമ്പോൾ, ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഒരൊറ്റ നിയമം എല്ലാവർക്കും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ശരിയ നിയമം നിങ്ങളുടെ പേഴ്സണൽ ലോയിൽ വേണം. അങ്ങനെയാണ് നമ്മൾ ക്രിമിനൽ ലോയിലും ശരിയ കൊണ്ടുവരാം. മുസ്ലിംസ് കട്ട് കഴിഞ്ഞാൽ ശരിയ ലോ പ്രകാരമുള്ള പണിഷ്മെൻറ്റ് അവർക്ക് കൊടുക്കണമെന്ന്. അത് സമ്മതിക്കുമായിരിക്കും, സമ്മതിക്കില്ല. അപ്പോൾ പേഴ്സണൽ ലോ ആയിട്ട് ഇരിക്കട്ടെ, എല്ലാവർക്കും ഒരൊറ്റ ലോ ആയിരിക്കണം. അത് അഡോപ്ഷൻ ആയാലും കല്യാണമായാലും ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ആയാലും അത് കഴിഞ്ഞ് ഈ അഡോപ്ഷൻ ആയാലും പിന്നെ ഇൻഹെറിറ്റൻസ്, ദാറ്റ് ഈസ് അച്ഛനമ്മയുടെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്ന സ്വത്ത്. ഇത് കുറേ കമ്മ്യൂണിറ്റീസ് കുറേ റിലീജിയനിൽ കുറേ ഇതുണ്ട്. ഹിന്ദുക്കളിൽ വിത്തിൻ ഹിന്ദുക്കളുടെ നായർ മേനൻ കമ്മ്യൂണിറ്റിയിൽ വേറെ ഉണ്ടാവും, വേറെ കമ്മ്യൂണിറ്റീസ് വേറെ ഉണ്ടാവും, ക്രിസ്ത്യാനികൾക്ക് വേറെ ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ടാവും, അരുന്ധതി റോയിൻ്റെ മദറാണ് മേരി റോയ്. അവരാണ് സുപ്രീം കോടതിയിൽ പോയി ഒരു കേസ് ഫൈറ്റ് ചെയ്ത് ഇൻഹെറിറ്റൻസിന് ഈക്വൽ റൈറ്റ് ഉണ്ട് ആ പെൺകുട്ടികൾക്ക് തന്നെ വാങ്ങിച്ചുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ. അതേമാതിരി മുസ്ലിം കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇതിൽ ഒരു ആൺകുട്ടിക്ക് കിട്ടുന്നതിൻ്റെ 10%, 20% മാത്രമേ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ, അതും കിട്ടില്ല ചിലപ്പോൾ. അപ്പം അതെല്ലാം നമുക്കൊരു ഒറ്റ ലെവലിൽ കൊണ്ടുവരണം. എല്ലാവർക്കും സെയിം ലോ ആയിരിക്കും, ഇൻഹെറിറ്റൻസ് സെയിം ആയിരിക്കും. മാരേജ് നിങ്ങൾ കസ്റ്റം നടത്തിക്കോളാം. നിങ്ങൾ വന്ന് എല്ലാം ഒരു കസ്റ്റമർ നടത്തുന്നല്ല പറഞ്ഞു. നിങ്ങളുടെ മാരേജ് കസ്റ്റമർ നടത്തിക്കോളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷനും ബാക്കിയുള്ള ഫോർമാലിറ്റീസും അതൊരൊറ്റ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലായിരിക്കും. ഇപ്പോൾ പള്ളിയിൽ നിന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും, ആര്യ സമാജ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും, കാസി കൊടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും ആരും അത് വാലിഡിറ്റി ഉണ്ടാവില്ല. അത് ഗവൺമെൻറ് അടുത്ത് തന്നെ പോയി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അത് നമ്മൾ എപ്പോഴും ചെയ്യണം. ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി, കല്യാണത്തിൻ്റെ ഫോട്ടോൻ്റെ ഒരു കോപ്പി, ചിലപ്പോൾ വീഡിയോൻ്റെ കോപ്പി ചോദിക്കും പ്രൂഫായിട്ട്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വാങ്ങും. അത് ചെയ്യേണ്ടതുമാണ്. ബിക്കോസ് നമ്മൾ അന്യനാട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം മനസ്സിലാവുന്നത്, ഈ കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്താണ്. അസം ഗവൺമെൻറ് ചെയ്ത വളരെ നല്ല മൂവാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇത് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റും. വളരെ നന്ദി സർ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.